വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെടിയുടെ പാക്കിംഗ് പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്നുള്ളതാണേ. ഒന്നാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ദിവസം ചെയ്യുന്നതല്ല എന്നുള്ളതാണ്. എല്ലാ ജോലികൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ചെടികൾ സെയിൽ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാധ്യമം യൂട്യൂബ് തന്നെയാണ് കേട്ടോ. യൂട്യൂബ് വീഡിയോസിലൂടെയാണ് ഞാൻ നിങ്ങളെയൊക്കെ എൻ്റെ ചെടികൾ വിൽക്കാനുണ്ട് എന്ന് അറിയിക്കുന്നതും അതിൻ്റെ റേറ്റ് പറയുന്നതും ഒക്കെ. ഒരു മൊബൈൽ ഫോൺ മാത്രം വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഈ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനായാലും വോയിസ് കൊടുക്കുന്നതിനായാലും ടെക്സ്റ്റ് ചെയ്യുന്നതിനായാലും ഒക്കെ. അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് 2 ദിവസം കഴിയുമ്പോഴേക്കും ഓർഡേഴ്സൊക്കെ വന്നു തുടങ്ങും. അങ്ങനെ ആ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുത്ത് ഓർഡറൊക്കെ കൺഫേം ആക്കി വെക്കും. നമ്മൾ ഓർഡർ അയക്കുന്നത് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിലാണ്. ഈ ദിവസങ്ങളുടെ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അവധിയുണ്ടോ എന്ന് ഞാൻ പ്രത്യേകം നോക്കാറുണ്ട്. കാരണം പ്ലാൻസ് അല്ലേ, എവിടെയും കെട്ടിക്കിടന്നു പോകരുതല്ലോ. ബാക്കിയുള്ള വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണിതേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ ചെയ്തു വെക്കുക. ചെടികൾ കൊടുക്കാനുള്ള ബോക്സൊക്കെ റെഡിയാക്കി വെക്കുക, അതുപോലെ എല്ലാവരുടെയും അഡ്രസ്സൊക്കെ എഴുതി സൂക്ഷിച്ച് വെക്കുക. അതൊക്കെ ഞാൻ ചെയ്ത് നേരത്തെ തന്നെ വെക്കൂ കേട്ടോ. കാരണം എന്നെ സഹായിക്കാൻ ഇവിടെ മറ്റാരുമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അധികം ഓർഡറൊക്കെ വന്നാൽ നല്ല പണി കിട്ടും എനിക്ക്. കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് നോക്കുന്നത്. മോൻ്റെ കാര്യങ്ങൾ, ഉമ്മാക്ക് സുഖമില്ലാത്തതാണ്, അപ്പോൾ ഉമ്മാൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഓർഡറും കൂടി ഉണ്ടെങ്കിൽ ആകെ പെട്ടുപോകും കേട്ടോ. ഓർഡർ അയക്കുന്ന ദിവസങ്ങളിൽ രാവിലെ 5:30 മണിക്ക് ഞാൻ കയറിയാൽ 2:30 മണിക്കാണ് ഞാൻ പുറത്തിറങ്ങാറ്. അതിനിടയ്ക്ക് ഒരു ചായ കുടിച്ചെങ്കിലായി. ഇത്രയും മണിക്കൂറുകൾ ചെടികളുടെ പാക്കിങ്ങിനായിട്ട് മാത്രം ഞാൻ ഉപയോഗിച്ചാലും ഏകദേശം ഒരു 15 കൊറിയറൊക്കെയാണ് ഒരു ദിവസം ഞാൻ അയക്കാറുള്ളത്. കാരണം ചെടികളല്ലേ, നമ്മൾ അത്രയും ശ്രദ്ധിച്ച് പാക്ക് ചെയ്താലേ അത് ഫ്രഷായിട്ടും നല്ല രീതിയിലും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പാക്കിങ്ങിനായിട്ടുള്ള പ്ലാൻസ് കേട്ടോ. എല്ലാം നല്ല ഫ്രഷ് പ്ലാൻസുകളാണ്. അപ്പോൾ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഓർഡർ അയക്കുന്ന ദിവസം രാവിലെ ആദ്യം ചെയ്യുന്ന പരിപാടി ചെടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ കുറച്ച് മാറ്റി അവിടെ ഒന്ന് പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞ് ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ ചെടികളും സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പാക്കിംഗ് തുടങ്ങാറുള്ളത്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ വിൻഗയുടെ കട്ടിങ്സൊക്കെ മുറിച്ചതാ ഇങ്ങനെ വെച്ചപ്പോഴേ നല്ല ഭംഗിയുണ്ട്. ആർക്കും തരാൻ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. എന്തൊരു ഭംഗിയാണെന്നറിയോ, കുറേ പൂക്കളുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ നല്ല രീതിയിലൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് ആ തണ്ടുകളെല്ലാം വെച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 2 ദിവസം കൊണ്ട് തന്നെ ഒത്തിരി പ്ലാന്റ്സ് ഇങ്ങനെ സെയിലായി പോയി. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുമ്പോഴേക്കും അത് ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് ഈ വിൻഗയുടെ തൈകളും കട്ടിങ്സും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും തന്നെ അന്ന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അടുത്തൊരു പ്രൂണിങ് ടൈം ആയപ്പോൾ ഞാൻ വീഡിയോ ഇട്ടത്. വീഡിയോ വന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഫുള്ള് വിൻഗ കട്ടിങ്സും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു കണക്കുണ്ടായിരുന്നു. ഏതൊക്കെ കളർ എത്ര കട്ടിങ്സ് കിട്ടും, എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ. അതൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിന് ശേഷവും ഒരുപാട് പേര് എന്നോട് വിൻഗയുടെ കട്ടിങ്സ് ചോദിച്ചു. ഇപ്പോഴും എനിക്ക് മെസ്സേജ് വരാറുണ്ട് കട്ടിങ്സും പ്ലാന്റ്സൊക്കെ ചോദിച്ചിട്ട്. ഇതെല്ലാം സോൾഡ് ഔട്ട് ആണെന്ന് പറയാണിപ്പോൾ. അപ്പോൾ കുറച്ച് പ്ലാന്റ്സുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് 2 വീക്കിനുള്ളിൽ അത് റെഡിയാവും. പക്ഷേ അതും കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്കും അത് കിട്ടുക. അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ നിന്നാൽ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇനിയുള്ളത് പാക്കിംഗ് ആണ് കേട്ടോ. ഒരു 2:30 മണി കഴിഞ്ഞാൽ ഞാനിത് കൊണ്ടുവന്ന് DTDCയിൽ കൊടുക്കാൻ പോകും. കാരണം 3 മണിക്കാണ് അവിടെ നിന്ന് അന്നത്തെ ലോഡ് എടുക്കാൻ ആൾ വരിക. ഇന്ന് ചെയ്യുന്ന കൊറിയർ എനിക്ക് ഇന്ന് തന്നെ പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ 3 മണിക്ക് മുമ്പേ അവിടെ എത്തിക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്നാൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ബൈ.